ഒന്നാമത്തേത് ശിർക്കാണ്, രണ്ടാമത്തേത് മാതാപിതാക്കളുടെ മനസ്സിനെ വേദനിപ്പിക്കലാണ്. അല്ലാഹ്, സംഭവിച്ചു പോയ തെറ്റുകളുണ്ടെങ്കിൽ അവരോട് മാപ്പിനെ ചോദിക്കുക, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. പിന്നെ ഒരു കാര്യമുണ്ടേ, തെറ്റൊക്കെ ചെയ്തിട്ട് ഉമ്മ പുറത്തു തരണേ എന്ന് പറഞ്ഞ് കാലൊക്കെ വീണിട്ട് ഉമ്മനോട് പൊറുക്കലിനെ ചോദിച്ചാൽ ഒരുപക്ഷെ ഉമ്മ പുറത്തു തന്നു എന്ന് വരും. ഉമ്മ പുറത്തു തന്നു എന്ന് വിചാരിച്ചാൽ അള്ളാഹ് അത് പൊറുക്കണമെന്ന് നിർബന്ധമല്ല. അത് മനസ്സിലാക്കണം. മനുഷ്യന്മാരോട് ദുൽമ ചെയ്യുക. ഇവിടെ ഹജ്ജിന് ഉംറയ്ക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു നാടകം പോയിട്ട് വന്നിട്ട് കാണിച്ചു തരാം. ആ സമയത്ത് ഇങ്ങനെ പറയും, എന്നാ പുറത്തരണേ, പിന്നെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാക്കി തരണേ. ഇപ്പോൾ ടെക്സ്റ്റ് വിടലാണ്, നേരിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ ഇങ്ങനെ എഴുതി വിടും. അപ്പോൾ കാണുന്ന ഒരു വിഷയം, ഇനി ഒരാൾ പുറത്തു കൊടുത്തു എന്ന് വിചാരിക്കുക, നിങ്ങൾ കാര്യമായൊരു മനുഷ്യനെ ദ്രോഹിച്ചു, വല്ലാണ്ട് പ്രയാസപ്പെടുത്തി, കല്യാണം നടക്കാതെ വിഷമിച്ചിരിക്കുമ്പോൾ ആ കുട്ടീൻ്റെ കല്യാണം മുഴുവൻ അങ്ങാടി നിന്നും മുടക്കി വിട്ടിട്ടുണ്ട്. ഇതൊക്കെ പടച്ചോൻ പുറത്തരണമെന്ന് ഒരു നിർബന്ധമല്ലേ? ആ മനുഷ്യൻ്റെ വിശാല മനസ്സുകൊണ്ട് അയാൾ പുറത്തു തന്നേക്കാം, പക്ഷെ അള്ളാഹു പൊറുക്കണമെന്ന് നിർബന്ധമല്ല. അള്ളാഹുവിന് അതിൻ്റെ പേരിൽ നിങ്ങളെ ശിക്ഷിക്കാൻ അവകാശമുണ്ട്. നമ്മൾ പറയില്ല പുറത്തെടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ ദുൽമും ചെയ്തിട്ട് നമ്മൾ പുറത്തെടുത്ത് പോലും ഇങ്ങനെ വിലസേ അള്ളാഹ് അവർക്ക് ഇങ്ങനെ റഹ്മത്ത് ചെയ്യണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, നിങ്ങൾ പുറത്തു കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഖൈർ അല്ലാഹ് തരും. അത് വലിയൊരു ഹസനത്തിൽ വലിയൊരു നന്മയാണ്. നമ്മളോട് ദുൽമ ചെയ്തവർക്ക് നമ്മൾ മാപ്പാക്കി കൊടുക്കാൻ നമ്മൾ പുറത്തു കൊടുക്കും. അള്ളാഹ് പൊറുക്കുമോ? പൊറുക്കണം നിർബന്ധമല്ല, അത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, തോന്നിവാസം പറയാം, മനുഷ്യന്മാരെ പറ്റി ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറഞ്ഞ് നടക്കുക, എഴുതി വിടുക, പച്ചത്തെറി അഭിഷേകം ചെയ്യുക, അങ്ങനത്തെ വീഡിയോകൾ ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് അവസാനം കുറച്ച് നേരം കഴിഞ്ഞ് എല്ലാവരും മാപ്പാക്കണേ, ഞാൻ എല്ലാവരും പരസ്യമായി മാപ്പ് ചോദിക്കുകയാണ്. ഇനി ഒരു പുറത്ത് തരാതിരിക്കുക. പുറത്ത് തന്നാൽ പോലും നിങ്ങൾ ആ ചെയ്ത ഗീബത്തും നമീമത്തും അള്ളാഹുവിനോടും കൂടെ ചെയ്ത തെറ്റാണ്. അത് അള്ളാഹുവാണ് പുറത്തരേണ്ടത്. മനുഷ്യനോടുള്ള ഹഖൂഖുകൾ മനുഷ്യന് പുറത്തു തരാം, പക്ഷെ ആ തെറ്റ് അതേസമയം അള്ളാഹുവിനോടും കൂടെ ചെയ്ത തെറ്റാണ്. അത് അള്ളാഹു പുറത്തു തരണമെങ്കിൽ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള വിഷയങ്ങളിൽ പ്രത്യേകിച്ച് മക്കൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. പടച്ചതമ്പുരാൻ വെച്ച കടപ്പാടാണിത്, അള്ളാഹു വെച്ച കടപ്പാടാണ്. അതുകൊണ്ട് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്. മാതാവും പിതാവിനെ കുറിച്ച് പറഞ്ഞു, ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകളിൽ ഏറ്റവും മധ്യത്തിലുള്ള വാതിലാണ് നിന്റെ വാപ്പ. ആ വാതിലിലൂടെ നിനക്ക് കടക്കണോ? വേണമെങ്കിൽ നീ കടന്നു, വേണമെങ്കിൽ നിർത്തിക്കോ, അല്ലെങ്കിൽ കളഞ്ഞോ. ഇത് നിന്റെ സ്വർഗത്തിന്റെ വാതിലാണ്. വാപ്പയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയെക്കുറിച്ച് പറഞ്ഞു, ആ ഉമ്മാന്റെ കാലിന്റെ താഴെ നിനക്ക് സ്വർഗമുണ്ട്. ഇൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹാ. അത് ഹദീസാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അങ്ങനെ ഒരു വാക്ക് ഹദീസില്ല എന്നത് ശരിയാണ്, പക്ഷെ ആശയം ഹദീസാണ്. അൽ ജന്നത്തു മുബ്തദി ഖബറുള്ള ആ ഒരു വാക്ക് ഹദീസിലില്ല. ഹദീസിലുള്ളത് എന്താ? ഇൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹാ. അതിന് അർത്ഥം നമ്മമാരെ കയ്യിൽ കാലിലൂടെ സ്വർഗ്ഗമാണെന്നാണ്. പക്ഷെ വാക്ക് പറയുമ്പോൾ ചാലിമിങ്ങളോട് പറയാം, നമ്മൾ എന്ത് പറയും? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് ഖാല റസൂലുള്ളാഹി എന്ന് പറയുന്നൊക്കെ ഉണ്ട്. ഹദീസ് ഉണ്ടോ എനിക്കറിയില്ല, എൻ്റെ അറിവ് പ്രകാരം ഇല്ല എന്നാണ്. മഅന ഹദീസാണ്, ആ വാക്ക് ഹദീസല്ല. ഇൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹാ. തങ്ങളോട് ജിഹാദിന് വേണ്ടി സമ്മതം ചോദിക്കാൻ വന്ന യമനിയായ ഒരു സ്വഹാബിയോട് തങ്ങൾ പറഞ്ഞ വാക്കാണത്. ഉമ്മൻ്റെ അടുത്തേക്ക് പോയിക്കോ, ആ ഉമ്മൻ്റെ കാലിൻ്റെ താഴെ സ്വർഗമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രസവിക്കുമ്പോൾ ഉമ്മമാരെ ഓർക്കുന്നുണ്ട്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നിങ്ങളുടെ കാലിൻ്റെ കീഴെ അള്ളാഹു സ്വർഗം കൊണ്ടുവെക്കുന്നുണ്ട് എന്ന്. നമ്മൾ ലേബർ പെയിൻ, പ്രസവത്തിൻ്റെ വേദന, ആശുപത്രി കിടക്കുമ്പോൾ തന്നെ അതിൻ്റെ വേദന ഇപ്പുറത്തുള്ളവൾ ചീർന്നുണ്ടാവും, ഇപ്പുറത്ത് വേറൊരു ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ടാവും, അവിടെ നേഴ്സുമാർ വന്ന് സൂചി കുത്തി പോകുന്നുണ്ടാവും. ഇതിനിടയ്ക്ക് പടച്ചവനെ എൻ്റെ എപ്പോഴാണാവോ എന്ന് പേടിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് പ്രസവിക്കുന്ന നേരത്ത് പോലും ഒരു ഉമ്മ എന്ന് പറയുന്നത്. അങ്ങനെ പ്രസവത്തോടുകൂടെ ഒരു ഉമ്മയുടെ മഹത്വം ഒരു പെണ്ണിന് കിട്ടുമ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടോ ഉമ്മമാരെ, നിങ്ങളുടെ കാലിൻ്റെ താഴെ സ്വർഗമുണ്ട് എന്ന മഹത്വത്തിലേക്ക് അള്ളാഹു നിങ്ങളെ ഉയർത്തുകയാണ്. അത് വാപ്പാനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നാണ്. വാപ്പ സ്വർഗത്തിൻ്റെ വാതിലാണെന്ന് പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹാ അലാ ഉഖ്ബിറുക്കും ബിഅക്ബരിൽ കബായിർ. വൻപാപങ്ങളിൽപ്പെട്ട വൻപാപങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത് വൻപാപമാണ്. തൊട്ടുമുമ്പ് പറഞ്ഞു അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിന് കിട്ടുന്ന, അള്ളാഹുവിന് വകവെച്ചു കൊടുക്കേണ്ട ആരാധ്യനായ പടച്ചവൻ, ഇലാഹായ പടച്ചവൻ, മഅബൂദും ബിഹഖായ അള്ളാഹു. ആ റബ്ബിൻ്റെ സിഫത്തുകളോ അള്ളാഹുവിൻ്റെ അവകാശപ്പെട്ട റബ്ബിൻ്റെ വിശേഷണമോ ആർക്കെങ്കിലും ഉണ്ട്, ഒരു സിഫത്തെങ്കിലും ഒരു മനുഷ്യനോ ഒരു മലക്കിനോ ഒരു ജിന്നിനോ ഒരു ശൈത്താനിനോ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബില്ലാഹ്, ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്നാണ്. ശിർക്ക് ചെയ്യരുത്. അത് കഴിഞ്ഞ ഉടനെ പറഞ്ഞ വാക്ക്, മാതാപിതാക്കളെ വേദനിപ്പിക്കരുതേ. ഇത് പറയുമ്പോൾ
ഹലാലായ അള്ളാഹു അനുവദിച്ച പടച്ചവന് പൊരുത്തമുള്ള ഏത് കാര്യം മാതാപിതാക്കൾ പറഞ്ഞാലും കഴിയുന്നത് ചെയ്തു കൊടുക്കണം. മാതാപിതാക്കളെങ്ങാനും മക്കളോട് അന്യായം പറഞ്ഞു, വെറുതെ പറഞ്ഞു, പിന്നെ നീ ഉമ്മാനോട് മിണ്ടണ്ട, അത് കേൾക്കേണ്ട ആവശ്യമില്ല എന്നാ. ഉമ്മ പറഞ്ഞു വാപ്പാനോട് മിണ്ടണ്ട, അവർ തെറ്റിപ്പിരിഞ്ഞ ആൾക്കാരായിരിക്കാം, തൊലാക്ക് ചൊല്ലിയവരായിരിക്കാം. അല്ലെങ്കിൽ വാപ്പ പറഞ്ഞു കഴിഞ്ഞ് നിൻ്റെ ഉമ്മാൻ്റെ ആങ്ങളാരോടൊന്നും പോയി മിണ്ടണ്ട കേട്ടോ, എളാപ്പാരോട് മിണ്ടണ്ട, മുത്താപ്പയോട് മിണ്ടണ്ട, അല്ലെങ്കിൽ നിൻ്റെ അനിയന്മാരോട് മിണ്ടരുത്. കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റലാണ്. അവിടെ പോലും പറഞ്ഞു നിങ്ങൾ ആ കുടുംബ ബന്ധം മുറിച്ചു മാറ്റണ്ട. വാപ്പ പറഞ്ഞതിന് വാപ്പയെ അറിയിക്കാതെ നിങ്ങൾ അമ്മായിൻ്റെയും അമ്മോൻ്റെ അടുത്തൊക്കെ പോകണം. എന്തേ? അത് അള്ളാഹു വെച്ച നിയമമാണ്. പക്ഷെ വാപ്പ അറിയണ്ട, വാപ്പ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞതല്ലേ. വാപ്പ ചെയ്യണ്ട എന്ന് പറഞ്ഞതിൻ്റെ പ്രകാരം കുടുംബത്തെ മുഴുവൻ മുറിച്ചു മാറ്റണം എന്നാണോ? അത് വാപ്പ അങ്ങനെ പറയാൻ നിൽക്കരുത്. ആദ്യത്തെ വിഷയം അതാ. വാപ്പ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുക, ഒരു തെറ്റായ കാര്യം ചെയ്യണം എന്നാ മക്കളോട് പറയണത്. ആ വിഷയത്തിൽ വാപ്പയെ അനുസരിക്കൽ നിർബന്ധമില്ല. പക്ഷേ വാപ്പയെ വേദനിപ്പിക്കാൻ പാടില്ല. വാപ്പ അറിയണ്ട, വാപ്പാക്കത് ഇഷ്ടമല്ല അവരെ കല്യാണത്തിന് പോകണത്. വാപ്പനെ അറിയിക്കാണ്ട് മെല്ലെ പോയിട്ട് കല്യാണത്തിന് ചോറൊന്ന് പോയിക്കോ. അത് കുടുംബ ബന്ധം ചേർത്തലാണ്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളും നമ്മുടെ നാട്ടിലും നമ്മുടെ ബന്ധങ്ങളിലൊക്കെ എത്ര പെട്ടെന്ന് കുടുംബ ബന്ധങ്ങളൊക്കെ മുറിച്ചു മാറ്റാണ്. നാട്ടുകാരോട് പോലും ഇല്ലാത്ത ദേഷ്യം സ്വന്തം ചോരയിൽ പിറന്ന ആൾക്കാരോട്. അള്ളാഹുവിൻ്റെ അർശിൻ്റെ തൂണിൽ കൈപിടിച്ചുകൊണ്ട് കുടുംബ ബന്ധം പറഞ്ഞു എന്നാ, അള്ളാഹുവേ ഹാദാ മഖാമുൽ ആഇദി ബിക മിനൽ ഖതീഅ. പടച്ചവനെ, മനുഷ്യനെ നീ കുടുംബമായിട്ടല്ലേ ഭൂമിയിലേക്ക് ഇറക്കിയത്. ആദം നബിയും ഹവ്വാ ബീവിയും അവരുടെ മക്കള്, വാപ്പ ഉമ്മ മക്കള്. ആ കുടുംബ ബന്ധം, വാപ്പ വാപ്പാൻ്റെ ജ്യേഷ്ഠാനുജന്മാർ വരും, ഉമ്മേൻ്റെ അനുജത്തിമാർ, ഏട്ടത്തിമാർ, ആങ്ങളമാർ വരും, വാപ്പാൻ്റെ പെങ്ങന്മാർ വരും, സഹോദരങ്ങൾ വരും, സിബ്ലിങ്സ്. ഇതൊക്കെ ഉള്ളതാണ് കുടുംബം. പടച്ചവനെ, കുടുംബ ബന്ധം മുറിഞ്ഞു പോകാതെ ഒരു ഗ്യാരണ്ടി നീ എനിക്ക് തരണമെന്ന് കുടുംബ ബന്ധം അള്ളാഹുവിൻ്റെ അർശിനെ പിടിച്ചുകൊണ്ട് പറഞ്ഞുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ലുമൻ വസലകി വഅഖ്തഉ മൻ ഖതഅകി. കുടുംബ ബന്ധമേ, നിന്നെ ആരൊക്കെ കൂട്ടിച്ചേർക്കുന്നുണ്ടോ അവരോട് ഞാൻ എൻ്റെ ബന്ധം ചേർത്ത് വെക്കും. നിന്നെ ആര് മുറിച്ചു മാറ്റുന്നുണ്ടോ അവരോട് ഞാനും എൻ്റെ ബന്ധം മുറിച്ചു മാറ്റും. അതുപോരെ എന്ന് കുടുംബ ബന്ധത്തോട് അള്ളാഹു പറയുകയും അത് മതി റബ്ബേ റദീതു യാ റബ്ബ്, പടച്ചവനെ എനിക്ക് പൊരുത്തമായി എന്ന് കുടുംബ ബന്ധം പറഞ്ഞുവെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വിഷയം അതല്ല. ഇതെല്ലാം പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു അലാ വഖൗലസ്സൂർ. നബി തങ്ങൾ അതിനിടക്ക് പറഞ്ഞു വഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. മനുഷ്യന്റെ ജീവൻ അന്യായമായി പൊലിച്ചു കളയുന്നത്. നമ്മളാരെയും കൊല്ലണില്ലല്ലോ. വാപ്പാൻ്റെ ബൈക്ക് എടുത്ത് ലൈസൻസ് ഇല്ലാതെ കുട്ടി ഓടിച്ചാൽ, ലൈസൻസ് ഇല്ലാത്ത ഒരു അഡൾട്ട് ഓടിച്ചു എന്ന് വിചാരിക്കുക, അങ്ങനെ ഒരാൾക്ക് വണ്ടി തട്ടിയാൾ മരിച്ചു എന്ന് വിചാരിക്കുക, കൊലപാതകത്തിൻ്റെ ശിക്ഷയാണ് അവിടെ. എന്തേ? നിങ്ങൾക്ക് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ഇല്ലല്ലോ, പിന്നെ എന്തിനത് ഓടിച്ചു? റോഡിൻ്റെ നിയമം പാലിക്കാതെ റൈറ്റിക്ക് പോകണോ ലെഫ്റ്റിക്ക് പോയി, ലെഫ്റ്റിക്ക് തിരിയാനടുത്ത് റൈറ്റിക്ക് പോയി, ഓവർ സ്പീഡിൽ പോയി, ആക്സിഡൻ്റായി. അത് ഖത്ലുൻ നഫ്സാണ്, ഇസ്ഹാഖുൻ നുഫൂസ്. മനുഷ്യരുടെ ജീവൻ പൊലിയുന്ന തിന്മകളാണ്, കുറ്റങ്ങളാണ്. കോടതിന് വിധി പറയുമ്പോൾ ഒരു കൊലപാതകത്തിൻ്റെ ശിക്ഷയാവില്ല ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക, എന്നാൽ പോലും അത് കൊലപാതകമാണ്. ഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹ്. റോഡിലൂടെ നടക്കുന്ന മനുഷ്യർ, റോഡിലൂടെ നടക്കുന്ന വിദ്യാർത്ഥിനികൾ, അങ്ങാടിയിലൂടെ നടക്കുന്നവർ, ഒരു ടൗണിലൊക്കെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 20 കിലോമീറ്റർ സ്പീഡൊക്കെ ഉണ്ടാവും, 20 or 10 ഒക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പം 10 per hour, ഒരു മണിക്കൂറിൽ 10 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 20 സ്പീഡ് ഇത്രയും ഒരു അങ്ങാടിയിൽ ഓടിക്കാൻ പാടുള്ളൂ എന്നാണ്. റോഡ് കാലിയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്പീഡ് പോയി എന്ന് വരും. പക്ഷേ ഒരു അങ്ങാടിയിൽ ആളുകളുള്ള സമയം, ആ നേരത്തെ സ്പീഡിൽ ഒരാൾ വണ്ടി ഓടിച്ചു, ഒരാൾക്ക് തട്ടി, അയാൾ മരിച്ചു. കൊലപാതകത്തിൻ്റെ കുറ്റമാണത്. അതൊക്കെ മരിക്കോളം എൻ്റെ സങ്കടം തീരുമോ? അതുകൊണ്ട് കുട്ടികളെ ലൈസൻസ് ഇല്ലാതെ ഓടിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു സംഗതി, അതൊരു വലിയൊരു വിളവാന്ന് വിചാരിക്കരുത്. 18 വയസ്സാകുന്നവരെ കാത്തിരുന്ന്, 18, 17, നാട്ടിൽ ചില കൺട്രീസിലൊക്കെ 17ആണ്, ചില നാട്ടിൽ 18. അവിടെ 18 അല്ലേ? 18 ആവാൻ കാത്തുക്കല്ലേ? അല്ല, അപ്പോൾ അതായിട്ട് മതി, ലൈസൻസ് കിട്ടിയിട്ടെടുത്താൽ മതി. ലൈസൻസോടുകൂടെ മാത്രമേ പൊതു നിരത്തുകളിൽ വാഹനം ഓടിക്കാൻ പാടുള്ളൂ എന്നത് നിയമമാണ്. മസാലിഹുൽ മുർസലയിൽപ്പെട്ടെങ്കിൽ നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. അത് നമ്മുടെ അഹ്കാമുകളുടെ ഉസൂലിൽപ്പെട്ടൊരു നിയമമല്ലേ ഇത്. മസാലിഹുൽ മുർസല ഒരു രാജ്യത്തിൻ്റെ നിയമം അതാണ്, അത് അംഗീകരിച്ചേ പറ്റൂ. കൊലപാതകം നടത്തുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞു വഖൗലസ്സൂർ, നുണ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്നത്. വകാന മുത്തകിഅൻ ഫജലസ്, നബി തങ്ങൾ ചാരി ഇങ്ങനെ ഇരിക്കായിരുന്നു, തങ്ങളുടെ നേരെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു അലാ വശഹാദത്തസ്സൂർ, മനുഷ്യന്മാർക്കെതിരെ അന്യായമായി കേസ് കൊടുത്തിട്ട് ഞാനതിന് സാക്ഷിയാണ് എന്ന് പച്ച നുണ പറഞ്ഞ് സാക്ഷി നിൽക്കുന്നത്.
അലാ വഖൗലസ്സൂർ, പച്ച നുണ പറഞ്ഞുകൊണ്ട് സാക്ഷി പറയുന്നത്. ഫമാസാല യുകർറിറുഹാ, തങ്ങളതങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. സ്വഹാബിമാര് വിചാരിച്ചു ലൈതഹു സകത്, തങ്ങളൊന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുമാർ. നുണ പറഞ്ഞ് സത്യം ചെയ്യരുതേ, നുണ പറഞ്ഞ് സത്യം ചെയ്യുന്നത്, നുണസാക്ഷി നിൽക്കുന്നത്, കള്ളസാക്ഷി നിൽക്കുന്നത് അത്രമേൽ വലിയ കുറ്റമാണെന്ന് പുണ്യനബി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ചാരിക്കിടന്നിരുന്ന നബിതങ്ങൾ നിവർന്നിരുന്ന് ഗൗരവത്തോടുകൂടെ ഞങ്ങളെ പഠിപ്പിച്ചു എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണിത്. മഹാനായ ഹബീബായ നബിതങ്ങൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മനുഷ്യർക്കെതിരെ നടക്കുന്ന അന്യായങ്ങളിൽ കാശ് കിട്ടാൻ വേണ്ടിയെങ്കിലും കള്ളസാക്ഷി പറയുന്ന ആളുകൾ നമ്മൾ എത്ര കേസുകൾ കാണുന്നു നമ്മുടെ കേരളത്തിൽ. പിന്നെ പറയും സാക്ഷി മുങ്ങി, സാക്ഷിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയും, ചിലപ്പോൾ സാക്ഷി പിന്നെ പിൻവലിഞ്ഞു എന്ന് പറയും. എന്തോ ആകട്ടെ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളെ നബിതങ്ങൾ യമനിന്റെ ജഡ്ജായി പറഞ്ഞയക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ ഹീന വല്ല അലിയൻ ലിഖളാഇ ഫിൽ യമൻ, യമനിൽ ഖാദിയായി നിയമിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്, പക്ഷേ അറിവിന്റെ നിറകുടമാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തുവല്ലീനി അൽ ഖളാഅ വ അന ശാബുൻ ഹദസുൻ ലാ അദ്രി മൽ ഖളാ, ഞാനൊരു ചെറുപ്പക്കാരനല്ലയോ നബിയേ. ജഡ്ജ് എന്ന് പറയുന്നത്, വിധിന്യായം എന്ന് പറയുന്നത്, ജഡ്ജ്മെന്റ് എന്ത് എന്നൊന്നും അറിയാത്ത ചെറുപ്രായക്കാരനായ എന്നെ യമനിന്റെ ഖാദിയായി അങ്ങ് നിയമിക്കുകയാണോ എന്ന് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു. ആരാ നിയമിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയാ നിയമിക്കുന്നത്? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ. അപ്പം അലിയാർ തങ്ങളെ ചെറുപ്പക്കാരനാണ്, ഷാബുൻ ഹദസ്, തങ്ങളെ എനിക്കതൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ തങ്ങളൊരു ദുആ ചെയ്തു കൊടുത്തു. നമ്മൾ ചില കാര്യങ്ങൾക്ക് പുറപ്പെടുമ്പോൾ ഒരു ധൈര്യം കിട്ടാതിരിക്കുമ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു ദുആയാണിത്. ഒരു എക്സാം എഴുതാൻ പോവാണ്, കിട്ടുമോ ജയിക്കോ, അല്ലെങ്കിൽ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുകയാണ്, ആ കാര്യം നടക്കുമോ ഇല്ലേ, പേടിയും ബേജാറും വെപ്രാളമൊക്കെ കാണിക്കുമ്പോൾ പുണ്യനിബിതങ്ങൾ ദുആ ചെയ്തു കൊടുത്ത ദുആയുണ്ട്. اللهم ثبت جنانه وسدد لسانه اللهم ثبت جنانه وسدد لسانه. പടച്ചവനെ, അലിയാര് തങ്ങളുടെ മനസ്സിന് ഉറപ്പ് കൊടുക്കണമേ. അലിയാര് തങ്ങളുടെ നാവിന് അല്ലാഹുവേ സത്യം സത്യമായും ന്യായം ന്യായമായും വ്യക്തമായും പറയാനുള്ള തൗഫീഖ് കൊടുക്കണമേ. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ ശകക്തു ഫിൽ ഖദിയതി ബഅദു, പുണ്യനബി തങ്ങളുടെ ഈ ദുആഇന് ശേഷം എനിക്ക് വിധി പറയുന്നതിൽ ഒരു സംശയവും വന്നിട്ടില്ല. അങ്ങനെ ഹബീബായ നബി തങ്ങൾ ചെയ്തു കൊടുത്ത ദുആയാണ് അല്ലാഹുമ്മ സബ്ബിത് ജനാനഹു വസദ്ദിദ് ലിസാനഹു. നാവിന് കരുത്ത്, അതുപോലെ മനസ്സിന് ഉറപ്പ്, ഇത് രണ്ടും അലിയാർക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞ് അലിയാർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണ് തങ്ങൾ പറയാറുള്ളത്, അഖ്ളാകും അലി, നിങ്ങളിൽ സ്വഹാബികളെ, നിങ്ങളിൽ വിധി പറയാൻ ഏറ്റവും കഴിവുള്ള, പക്വതയുള്ള, യോഗ്യതയുള്ള ഏറ്റവും നല്ല ഖാദി അലിയുൻ, അലിയാരാൻ. അഖ്ളാകും അലി വഅഖറഉകും ഉബൈ, നിങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം അത്രമേൽ മനോഹരമായി അതർഹിക്കുന്ന ഖുർആനിന്റെ ബഹുമതിയും വിശുദ്ധ ഖുർആനിന്റെ അറിവുമുള്ള ഖുർആൻ പണ്ഡിതനാണ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അഖറഉകും ഉബൈ വഅലമുകും ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ഇബ്നു ജബൽ. ഹലാലും ഹറാമും നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിയുന്നത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനാണ്. സ്വഹാബികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരുടെ കഴിവനുസരിച്ചുകൊണ്ട് നബി തങ്ങൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ കോളേജൊക്കെ ആകുമ്പോൾ നമ്മുടെ മത്സരങ്ങളൊക്കെ ഉണ്ടാവൂലേ, നമ്മുടെ സാഹിത്യ മത്സരത്തിന് എന്താ പറയല്, സർഗലയല്ല, എന്താണ് നമ്മൾ കോളേജിലൊക്കെ സിബാക്കിലൊക്കെ കൂടാറില്ലേ? ഇല്ലേ? അൽഹംദുലില്ലാഹ്. വന്നിരിക്കുകയാണല്ലേ, അൽഹംദുലില്ലാഹ്. സമയം വൈകിയോ? നിർത്തണം. തണുപ്പൊക്കെ ഉണ്ടാവും, ഈ മൂല നിർത്തിയവേ പോകാനെന്നൊക്കെ തോന്നുന്നുണ്ടാവും ചിലപ്പോൾ അല്ലേ. നിർത്തണം എന്നുള്ളൊരു കൈപ്പൊക്കിയാട്ടെ എന്ന് ഞാൻ പറയണില്ല, കുറേ ആൾക്കാരൊന്നും ഉണ്ടാവില്ല പൊക്കാൻ.
പിന്നെ തിരക്കുള്ളവർ പോയിക്കോളൂ കേട്ടോ, നല്ല മൈക്കാണ്. അപ്പോൾ ഞാനീ വിഷയം പറഞ്ഞ് തീർത്തോളാം, പിന്നെ നിങ്ങളെല്ലാം യൂട്യൂബിലൊക്കെ കണ്ടാൽ മതി. തിരക്കുള്ളവർ പോയിക്കോളെ, നിങ്ങൾ എണീറ്റ് പോയെന്ന് വെച്ചാൽ എനിക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. അത് പറയാണ്. കാരണം ചിലപ്പോൾ മഴയല്ല, ഈ മഞ്ഞും തണുപ്പൊക്കെ ആകുമ്പോൾ കുട്ടികളെയും കൊണ്ട് വന്ന ഉമ്മാർക്കൊക്കെ പ്രയാസം ഉണ്ടാവും, തിരക്കുള്ളവരുണ്ടാവും ചിലപ്പോൾ. ഞാനേതായാലും പിന്നെ ഇതിനു വേണ്ടി വന്നതാണ്. എനിക്ക് 2 മണിക്ക് എയർപോർട്ടിൽ എത്തണം. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങാനൊന്നും സമയമില്ല, 3 മണിക്ക് പോകാനുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യും, എനിക്ക് ഇത് അറക്കാൻ കൊണ്ടുവന്ന മൃഗാന്ന് പറഞ്ഞ പോലെ എനിക്ക് പിന്നെ വേറൊന്നും ആലോചിക്കാനില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞോളാം, നിങ്ങൾ എന്ത് ചെയ്യുക, തിരക്കിലുള്ള പോയിക്കോളി എന്ന് പറയണേ. മഞ്ഞ് കൊണ്ട് നാളെ മൂലരെ വേദോണ്ട് എനിക്ക് ജലദോഷം പിടിച്ചെന്ന് പറഞ്ഞ് എന്നെ കുറ്റം പറയരുത്. അതുകൊണ്ട് സമ്മതം തരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളുടെ കഴിവുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. സ്വഹാബികളിൽ ഓരോരുത്തരും നബി തങ്ങൾ പേരെടുത്ത് പറയാറുണ്ട്, ഇന്ന ആൾ ഇന്ന കഴിവുള്ള ആളാണ്. അഖ്ലാഖും അലി, അഖ്റഉകും ഉബൈ, വഅലമുകും ബിൽ ഫറായിദ് മുആദ് ഇബ്നു ജബൽ, വഅശ്ജഉകും ഖാലിദ്. സ്വഹാബികളുടെ പേരെടുത്ത് പറഞ്ഞ് അവരിൽ വ്യത്യസ്തങ്ങളായ കഴിവുള്ള ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐഡൻറ്റിഫൈ ചെയ്യുമായിരുന്നു. നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നമുക്കൊക്കെ ഒന്ന് സഹകരിക്കേണ്ടതുണ്ട്. നമ്മളൊന്ന് സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ? കുറേ കാലമായി അങ്ങനെ സ്വലാത്തൊക്കെ ചൊല്ലിയിരുന്നിട്ട്. അപ്പോൾ ഒന്ന് എഴുന്നേൽക്കുമ്പോൾ ആരും അടുത്തുള്ള കസാലയൊന്നും വലിക്കരുത്, അവിടെ തന്നെ ഇരിക്കാനുള്ളതാണ്. എന്ത് ചെയ്യുക, ഒന്ന് ഊര് വലിഞ്ഞ് കൈയൊക്കെ ഒന്ന് പൊന്തിച്ച് നോക്കി, നല്ല സുഖം ഉണ്ടാവും. അവനാൻ്റെ കൈയാണ്, പൊക്കിക്കോളി, വെറുതെ പിശുക്കണ്ട. കൈയും കാലൊക്കെ ഒന്ന് കുടഞ്ഞൊന്ന് ചെറിയൊരു എക്സസൈസൊക്കെ. ഈ കൈ ഇങ്ങനെ ആക്കിയാൽ തന്നെ ഹൃദയത്തിലേക്ക് പോകുന്ന ഞരമ്പുകളൊക്കെ ക്ലിയർ ആവുന്നു. ഹാർട്ട് ബ്ലോക്ക് വരില്ല എന്നൊക്കെ പറയില്ല. ഇങ്ങനെ ചെറിയൊരു എക്സസൈസ് ചെയ്താൽ, അത് ചെയ്യണത് എക്സസൈസിൻ്റെ നേരമല്ല, എന്നാലും പറയാം. അപ്പോൾ ഒന്ന് ബ്ലഡ് സർക്കുലേഷനൊക്കെ നടക്കട്ടെ. നമ്മുടെ മക്കൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുക, 300 മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിലെ 327 മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. 6 മാസത്തേക്ക് ഒരു കുട്ടിക്ക് 24,000 രൂപ ചിലവുണ്ട്. 6 മാസത്തേക്ക്. അങ്ങനെ 6 മാസം കൂടെ കഴിയുമ്പോഴേ ഒരു കൊല്ലാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഇപ്പോൾ 48,000 എന്ന് പറയണ്ടേ. അപ്പോൾ പറഞ്ഞു, സാറേ ഇവിടെ ഇപ്പോൾ വലിയ സംഖ്യ പറഞ്ഞാൽ അവരെ കൊണ്ടൊന്നും കഴിയൂല, അപ്പോൾ നമ്മൾ ചെറുതുമെന്ന് തുടങ്ങുക എന്ന് പറഞ്ഞൊരു 6 മാസത്തേക്ക് ഒരു കുട്ടിയുടെ ചിലവെങ്കിലും 327 മക്കളിൽ ഒരു കുട്ടിക്കുള്ള ചിലവ്. നമ്മുടെ വീട്ടിലൊക്കെ എത്ര ചിലവ് വഹിക്കുന്നത് നമ്മൾ. അപ്പോൾ എന്തെങ്കിലും പറ്റുന്നത് ഒരു കുട്ടിയെ ഒരു കൊല്ലത്തേക്ക് അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്ക് ഓരോ മാസം ഒരു നിശ്ചിത തുക കൊടുത്തിട്ടെങ്കിലും എന്ത് ചെയ്യുക, അത് പൂർത്തി ഒരു നല്ല നിയ്യത്ത് ചെയ്യുക. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന മക്കളാണ്, അവർ ചെയ്യുന്ന അമല്, അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അവർ ആർക്കൊക്കെ അത് അറിയിച്ചു കൊടുക്കുന്നു, അവരും അവരുടെ കുടുംബക്കാരും അവരെ സഹായിച്ചവർക്കൊക്കെ ഇതിൻ്റെ കൂലി കിട്ടും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളുടെ ചിലവിലേക്ക് നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സ് വെക്കുക. നമ്മുടെ നാട്ടിൽ വല്ല കല്യാണമോ സൽക്കാരമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇസ്ലാമുൽ ഉലൂമിലെ മക്കൾക്ക് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം നമ്മളൊക്കെ കഴിക്കോട്ടെ, അതൊക്കെ നിയ്യത്ത് ചെയ്യുക. ഏതായാലും നാട്ടിലൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു 200-300 കുട്ടികൾക്കുള്ള ഭക്ഷണമല്ലേ വേണ്ടൂ. അപ്പോൾ ഈ സ്ഥാപനം നമ്മുടെ ഓർമ്മയിൽ വേണം, നമ്മുടെ ചിന്തയിൽ വേണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചിലവിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ കൊടുക്കണം. നമ്മുടെ സംഘാടകർ അതിനു വേണ്ടി നമ്മളെ ഇവിടെ സമീപിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അത് ഖൈറിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിത് 3 സ്വലാത്ത് ചൊല്ലുക, അതിനിടയ്ക്ക് പ്രൈസൊക്കെ ഒന്ന് പുറത്തെടുക്കുക, എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയ നല്ലൊരു സംഖ്യ പുറത്തെടുത്ത് വെക്കുക ഇൻഷാ അല്ലാഹ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. ഇരിക്കി جزاكم الله خير. جزاكم الله خير. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ജൂതന്മാരിൽപ്പെട്ട 2 ആളുകളുടെ വിഷയത്തിൽ വിധി പറയാൻ വേണ്ടി ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ജൂതന്മാർ അന്ന് മദീനയിലുണ്ട്. നോക്കണം, ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയും ഇസ്ലാമിൻ്റെ ഒരു വിശാലതയും മനസ്സിലാക്കണമെങ്കിൽ ചരിത്രം പഠിക്കണം. ഇത് പഠിക്കാതെ എങ്ങനെ ഇസ്ലാം അത് ഇതെന്ന് പറഞ്ഞാൽ എതിർക്കുന്ന കുറച്ച് എക്സുകളുണ്ട്, കുറച്ച് വിവരമില്ലാത്തവരുണ്ട്. പഠിക്കണം എന്ന് പറയണം. അവർക്കൊക്കെ മറുപടി കൊടുക്കാൻ നമുക്ക് ഒരു പണിയും ചെയ്യാൻ നേരം ഉണ്ടാവില്ല. ഒരു ജഹൽ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ജാഹിലിങ്ങൾ മറുപടി കൊടുക്കാന്നൊക്കെ അവർ പഠിക്കട്ടെ. ഹബീബായ നബി തങ്ങൾ മദീനക്കാർക്ക് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അവരുടെ മതനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. ജൂതന്മാർ അവർ തൗറാത്തിനെ നിയമിച്ച് ജീവിച്ചോട്ടെ, ക്രിസ്ത്യാനികൾ ഇഞ്ചീൽ അനുസരിച്ച് ജീവിക്കട്ടെ, മുസ്ലിമീങ്ങൾ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് അവിടെ ജീവിക്കും എന്നല്ലാതെ അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളുമുള്ള നാടായിരുന്നു മദീന. ആ മദീനയെ പുണ്യനിബിതങ്ങൾ അത് ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിച്ചിട്ട് എല്ലാവർക്കും ഇസ്ലാം അങ്ങ് അടിച്ചേൽപ്പിച്ചു. അങ്ങനെ സംഭവം ഇല്ലാത്തത് എന്തിനാ പറയുന്നത്?
ജൂതന്മാർ ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നു. എന്താ വിഷയം എന്നറിയോ? ഹദ്ദുൽ മുഹ്സൻ. ഇസ്ലാമിൽ വിവാഹം ചെയ്ത ഒരു മനുഷ്യൻ വ്യഭിചാരം ചെയ്താൽ അതിൻ്റെ ശിക്ഷ കോടതിയുടെ മുമ്പിലെത്തിയാൽ, ഒരാളങ്ങനെ വ്യഭിചരിച്ചു, അയാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ തൗബ ചെയ്യുക, ആ പെണ്ണ് തൗബ ചെയ്യുക, ആ പുരുഷൻ തൗബ ചെയ്യുക, അള്ളാഹു പുറത്തു തരും. പടച്ചവൻ ഗഫൂറാണ്, റഹീമാണ്. അള്ളാഹു തആല യതൂബു അലാ മൻ താബ അലൈഹി, അള്ളാഹു തൗബ ചെയ്തവൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കും. പക്ഷേ ഇതൊരു കോടതിയുടെ മുമ്പിലേക്ക് വിഷയം വന്നാൽ പിന്നെ കോടതി ഇടപെടും. ആ ഇടപെടുന്ന നിയമം എറിഞ്ഞുകൊല്ലലാണ്. അത് ശരീഅത്തിന്റെ നിയമമാണ്. 5 പേരെ നബിതങ്ങൾ എറിഞ്ഞുകൊല്ലാൻ നബിതങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരിൽ 3 പേര് മുസ്ലിമീങ്ങളാണ്, 2 പേര് ജൂതന്മാരായിരുന്നു. ആ 2 ജൂതന്മാരുടെ വിഷയം, ആ വിഷയത്തിൽ ഒരുപാട് ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലെ 41 മുതൽ 47 വരെയുള്ള ആയത്തുകൾ ഈ ജൂതന്മാരുടെ വിഷയത്തിൽ ഇറങ്ങിയതാണ്. 2 പേർ മുതലാളിമാർ അവർ വ്യഭിചരിച്ചു. ആ വ്യഭിചാരം നടന്നു കഴിഞ്ഞതിന് ശേഷം അതൊരു പരാതിയായി കോടതിക്ക് മുമ്പിൽ വിഷയം വരികയാണ്. ജൂതന്മാരുടെ ഒരു ലജ്നയുണ്ട്, അവരുടെ ഒരു സംഘമുണ്ട്. അവരുടെ മുമ്പിൽ വിഷയം വന്നു. തൗറാത്തിന്റെ നിയമം, അന്നത്തെ കലർത്തപ്പെടാത്ത, കണ്ടാമിനേറ്റഡ് അല്ലാത്ത, മാനിപ്പുലേറ്റഡ് അല്ലാത്ത, ഒറിജിനൽ ജെന്യൂനായിട്ടുള്ള തൗറാത്തിന്റെ നിയമം ശരീഅത്തിന്റെ നിയമവും ഒരുപോലെയാണ്. എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലണം എന്ന അവിടുത്തെ നിയമം, അത് തൗറാത്തിലുണ്ട്. പക്ഷെ ഇവർ പണി ചെയ്തു. മുഹമ്മദ് നബി തങ്ങൾ വന്നത് ഭാരം ഇറക്കി വെക്കാനല്ലേ? അപ്പോൾ എറിഞ്ഞു കൊല്ലുക എന്നൊക്കെ പറഞ്ഞ വലിയൊരു നിയമം ചിലപ്പോൾ നമ്മൾ ജൂതന്മാർക്കൊന്ന് ലഘൂകരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ നിയമം മുഹമ്മദ് നബി തങ്ങളോട് പോയി ചോദിക്കാം എന്നവർക്ക് തോന്നുകയാണ്. അവരുടെ തൗറാത്തിലുള്ള നിയമം എറിഞ്ഞു കൊല്ലണം എന്നാണ്. അതവർ മെല്ലെ കണ്ട് സൈഡാക്കി വെച്ചു. ഹബീബിൻ്റെ മുമ്പിലേക്ക് വന്നു. ഖുർആൻ തങ്ങളോട് ആ വിഷയത്തെ പറഞ്ഞു, നബിയെ ഫഇൻ ജാഊക ഫഹ്കും ബൈനഹും ഔ അഅരിദ് അൻഹും. കുറച്ച് ആൾക്കാർ വരാൻ നിൽക്കുന്നുണ്ട്. ഒരു വരികയാണെങ്കിൽ വേണമെങ്കിൽ നബി തങ്ങൾ വിധി പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ വിധി പറയണ്ട, അങ്ങയുടെ ഇഷ്ടം ചെയ്തോളൂ. കാരണം അവർക്കറിയാം നിയമം എന്താണെന്ന്. പിന്നെ അവരതിനെ മറച്ചു വെച്ചിട്ട് വരില്ലേ? അവർ സത്യം അംഗീകരിക്കാനൊന്നല്ലേ വരുന്നത്, അങ്ങയുടെ അടുത്തുനിന്ന് വല്ല ഇളവും കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വരുന്നതാ. അങ്ങ് വേണമെങ്കിൽ നബി തങ്ങൾ വിധി പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ അങ്ങ് ഔ അഅരിദ് അൻഹും വഇൻ തുഅരിദ് അൻഹും ഫലൻ യദുറൂക ശൈഅ എന്നൊക്കെ ഖുർആൻ പറഞ്ഞ ഒരു മനോഹരമായൊരു പരാമർശമുണ്ട് അവിടെ. നബി തങ്ങളുടെ മുമ്പിലേക്ക് അവർ വന്നു. റസൂലുള്ളാഹി തങ്ങൾ ഈ വിഷയം ഇവർ ഹബീബിൻ്റെ മുമ്പിൽ കയറി വരുമ്പോഴേക്കും അവിടെ വഹി വന്നിട്ടുണ്ട് നബി തങ്ങൾക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹർ റസൂലു ലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫ്ർ لا يحزنك الذين يسارعون في الكفر من الذين قالوا آمنا بأفواههم ولم تؤمن قلوبهم ومن الذين هادوا سماعون لقوم آخرين لم يأتوك يحرفون الكلم من بعد مواضعه يقولون إن أوتيتم هذا فخذوا وإن لم تؤتوه فاحذروا ومن يرد الله فتنته فلن تملك له من الله شيئا أولئك الذين لم يرد الله أن يطهر قلوبهم لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. നബിയേ, സത്യം മറച്ചു വെക്കുകയും അസത്യം മാത്രം കേൾക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകൾ അങ്ങയുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് നബിയേ. സമ്മാഊന ലിൽ കദിബി അക്കാലൂന ലിസ്സുഹ്സ്. അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് അപഹരിക്കുകയും അത് അന്യായമായി തിന്നുകയും ചെയ്യുന്ന ആളുകൾ, നുണമാത്രം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ. ഫഇൻ ജാഊക, അങ്ങയുടെ മുമ്പിലേക്ക് അവർ വന്നാൽ, ഫഹ്കും ബൈനഹും, അങ്ങ് അല്ലാഹുവിൻ്റെ നിയമമേതോ അതവിടെ നടപ്പാക്കിക്കോളൂ നബിയേ. ഔ അഅരിദ് അൻഹും, അല്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞോളൂ. وإن تعرض عنهم فلن يضروك شيئا وإن حكمت فاحكم بينهم بالقسط إن الله يحب المقسطين. നബിയേ, സത്യവും ന്യായവും
അതിലും നീതിയും മാത്രമേ അങ്ങ് വിധി പറയാവൂ റസൂലേ. അങ്ങയുടെ മുമ്പിലേക്ക് ഇവർ വന്നിരിക്കുന്നു. വന്ന വിഷയം ഇതാണ്: 2 വിവാഹം കഴിച്ച 2 പുരുഷന്മാർ, അവർ 2 പേരും വ്യഭിചരിച്ചു എന്ന വിഷയം തെളിഞ്ഞതാണ്. അവർക്ക് എന്ത് ശിക്ഷയാണ് നടപ്പാക്കേണ്ടത്? ആദ്യം പറഞ്ഞ ഹദീസ് അതാണ്: ലഹദ്ദുൻ യുഖാമു അലൽ അർളി ഖൈറുൻ ലിഅഹ്ലിഹാ മിൻ അൻ യുംതറു സബ്താ. ആ ഹദീസ് ആരെങ്കിലും മനപ്പാടാക്കിയോ? ഓർമ്മയുണ്ടോ? പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു സമ്മാനം ഞാൻ കൊടുക്കാൻ മുട്ടി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു, തെറ്റാണ്ട് പറയണം. പറ്റുന്നൊരു വേഗം കൈപ്പൊക്കിക്കോളൂ. 1 മിനിറ്റിനകം കൈപ്പൊക്കണം, ഞാൻ റെഡിയാണ്. അപ്പോൾ എൻട്രി എടുക്കാം. വേഗം പറഞ്ഞോളൂ. പിന്നെ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലേ, വേഗം പറഞ്ഞോളൂ. ലഹദ്ദുൻ എന്ന് തുടങ്ങുന്ന ഹദീസ് ആരുമില്ല? എന്നാ പോട്ടെ, വിട്ടു. ഓക്കെ, ഇല്ല, ഒരു 10 സെക്കൻഡും കൂടെ ഒന്നും കൂടെ പറഞ്ഞു തന്നാൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു വെക്കാം. അതേ പറഞ്ഞുതരില്ല, ടൈം കഴിഞ്ഞു. ഓക്കെ, പറയണോ? ഒന്നുകൂടെ വേണ്ടല്ലേ? അങ്ങനെ ഒരു സ്പൂൺ ഫീഡിങ് അത് ശരിയല്ല. നിങ്ങൾ ഒറ്റക്ക് പഠിച്ചോളി. അപ്പോൾ ഹദീസുകൾ നമ്മൾ മനഃപ്പാഠമാക്കണേ, പറ്റുന്നതത്ര. മുത്തല്ലിബിങ്ങളോട് പറയാണ്, സാധാരണക്കാരോട് പറയല്ല. നമ്മളെ ആയത്തൊക്കെ നമ്മൾ കുറേയൊക്കെ മനഃപ്പാടാക്കും. ഹദീസും ഹിഫ്ള് ചെയ്യാനുള്ളതാണ് അല്ലേ? മത്തിനെങ്കിലും സനതും അതിൻ്റെ റവാഹു ആരാധന കിട്ടിക്കോണമെന്നില്ല. എന്നാലും ആ ഹദീസിൻ്റെ മത്തിനുകളെങ്കിലും ഏറെക്കുറെ നമ്മൾ പറ്റുന്നതൊക്കെ മനഃപ്പാടാക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതൊരു നൂറാണെന്ന ഹദീസ്, ഒരു നൂറാണ്. ഖുർആൻ നൂറാണ്. 2 വഹിയല്ലേ? വഹി നമ്മുടെ കൽബിലുണ്ടാവണം. അത് കൽബിന് കിട്ടുന്നൊരു നൂറാണ്. അത് നമ്മളിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ഫേസ്ബുക്കും ഇതൊക്കെയല്ലേ കയറുന്നത്. അപ്പോൾ അതിന് പകരം കുറച്ച് നല്ലതൊക്കെ എന്തെങ്കിക്കോട്ടെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അപ്പോഴവിടെ നൂറുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇരുളടഞ്ഞു പോകും. അള്ളാഹു നമ്മുടെ കൽബിന് അള്ളാഹു ബസീറത്ത് നൽകട്ടെ. അള്ളാഹു നൂറ് നൽകട്ടെ, ഇൽമ് നൽകട്ടെ, മഅരിഫത്ത് അള്ളാഹു നൽകട്ടെ. അള്ളാഹു അമലിന് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വൽയഹ്കും അഹ്ലുൽ ഇൻജീൽ ബിമാ അൻസലല്ലാഹു ഫീഹി ومن لم يحكم بما أنزل الله فأولئك هم الفاسقون. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വിവാഹിതരായതിന് ശേഷം, വിവാഹം കഴിഞ്ഞതിന് ശേഷം വ്യഭിചാരം നടന്നു കഴിഞ്ഞാൽ, വിവാഹത്തിന് മുമ്പോ ശേഷമോ ഏത് തെറ്റ് ചെയ്താലും അതിൻ്റെ പരിഹാരം തൗബ ചെയ്യലാണ്, അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുക. അത് നിങ്ങൾ ആരോടും വിളിച്ചു പറയാൻ നിൽക്കണ്ട. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഈ ശിക്ഷ എന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിൽ വന്നാൽ അതാണ് ശിക്ഷ. അത് കോടതി നടപ്പാക്കും. കോടതിയുടെ മുമ്പിൽ എത്തണമെങ്കിൽ ഒന്നുകിൽ ഇഖ്റാറും ബിൻ നഫ്സ്, ഒരാൾ സ്വയം വന്ന് സമ്മതിക്കണം. ഇല്ലെങ്കിൽ 4 സാക്ഷികൾ പച്ചയിൽ പറയണം ആ വ്യഭിചാരം നടക്കുന്നത് പച്ചയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആര് പറയണം? 4 വിശ്വസ്തന്മാർ. 4 കളുടെമാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 4 അദിലുകളായ വിശ്വസ്തരായ ആളുകൾ വന്ന് സാക്ഷി പറയണം. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ 4 സാക്ഷികളാൽ തെളിയിക്കപ്പെട്ട ഒരു വ്യഭിചാര ആരോപണത്തിൻ്റെ ഒരു കേസ് പോലും നടന്നിട്ടില്ല. ഒരു കേസ് പോലും ഇല്ല. അതിൽ വേറൊരു ഹിക്മത്തുണ്ട്. കാരണം അത് 3 ആൾ കണ്ടാൽ പോലും പറയാൻ പാടില്ല. കാരണം ഹദ്ദും ഫിൽ ളുഹർ 80 ജൽദ, 80 അടിയടിക്കപ്പെടും. ഈ 4 ആളിൽ ഒരുത്തൻ നിസ്കാരമൊന്നുമില്ലാത്ത മനുഷ്യനാണ്. അങ്ങനെ 4 ആളാണ് കിട്ടിയത്. അപ്പോഴും ഈ 4 ആൾക്കും അടി കിട്ടും. സത്യസന്ധരായ 4 പേര് പറയണമെന്നാ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നറിയോ? ഇതൊന്നും പുറത്തു പറയേണ്ട വിഷയമല്ല. ഇത് ജനങ്ങൾ ചർച്ച ചെയ്യരുത്. ഇത്തരം വിഷയങ്ങൾ വാർത്തയായിട്ട് എന്ത് ഉപകാരമാണ് ജനങ്ങൾക്കുള്ളത്? വ്യഭിചാരത്തിൻ്റെ കഥ പല ആളുകളുടെയും പല രാഷ്ട്രീയ നേതാക്കന്മാരെ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലാത്തവരെ ടാർഗറ്റ്, ഇത് എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കിട്ടുന്നത്? പോസിറ്റീവാണോ? അതുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമം ഇതൊന്നും പൊതുനിരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം. നിങ്ങൾക്ക് പറയേണ്ടതുണ്ടോ? കോടതിയുടെ മുമ്പിൽ വന്നുകൊണ്ട് മാത്രം പറയാം. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മിണ്ടാൻ പാടില്ല എന്നാ ഈ 4 പേരും. 4 പേരുണ്ടെങ്കിലേ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇയാൾ സ്വയം സമ്മതിക്കണം. അങ്ങനെ കോടതിക്ക് മുമ്പിൽ തെളിയിക്കപ്പെട്ടാൽ മുഹ്സനാണോ എന്ന് പറഞ്ഞാൽ വിവാഹിതനായ ആളാണോ, എറിഞ്ഞു കൊല്ലപ്പെടും. യാ അല്ലാഹ്. അങ്ങനെ സംഭവിച്ചതാണ് മഹാനായ മാഇസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം. അങ്ങനെയാണ് ഗാമിജിയച്ചായ പെണ്ണിൻ്റെ വിഷയത്തിൽ സംഭവിച്ചത്. അങ്ങനെയാണ് ഉഖ്ദു യാ ഉനൈസ്, അനസേ നിങ്ങൾ പോയി നോക്കൂ, ഫഇൻ അഖറത് ഫർജുംഹാ, ആ പെണ്ണ് സമ്മതിച്ചാൽ അവളെ എറിഞ്ഞു കൊല്ലുന്ന നിയമം നടപ്പാക്കണമെന്ന് പറഞ്ഞ 3 കേസുകൾ നിബിധങ്ങൾ മുസ്ലിമീങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട്. പിന്നെ 2 എണ്ണം ഈ ജൂതന്മാരിലാണ്. പുണ്യനിബിധങ്ങൾ പറഞ്ഞു ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം. അവർ പറഞ്ഞു നബിയേ ഞങ്ങൾക്ക് ഇളവ് വേണം. തങ്ങൾ പറഞ്ഞു എന്തിളവ്?
തൗറാത്ത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. തൗറാത്തിന്റെ നിയമം എന്താണ്? ആ നിയമം നടപ്പാക്കിക്കൂടെ എന്ന് ചോദിച്ചു. തൗറാത്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. തൗറാത്ത് കൊണ്ടുവന്നു. അങ്ങനെ തൗറാത്ത് വായിക്കുന്ന ആള് അവരാദ്യം പറഞ്ഞു, ലൈസ ഹാദാ ഹുക്മുല്ലാഹ് ലം തഹ്കും ബിഹുക്മില്ലാഹി യാ അബൽ ഖാസിം. മുഹമ്മദ് നബിയെ, നിങ്ങൾ അള്ളാന്റെ നിയമമല്ലല്ലോ ഇവിടെ നടപ്പാക്കണത്, എറിഞ്ഞു കൊല്ലാനൊക്കെ നിയമമുണ്ടോ എന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, കദബ്തും, നിങ്ങൾ കളവ് പറയാണോ? ഇന്നഹു ലഫി തൗറാത്ത്, അത് തൗറാത്തിലില്ലേ? തൗറാത്ത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു തങ്ങൾ. ഇൻ കുന്തും സാദിഖീൻ, ഞാൻ പറഞ്ഞ നുണയാണെന്ന് പറയുകയാണെങ്കിൽ തൗറാത്ത് കൊണ്ടുവരൂ, തൗറാത്തിലെ നിയമം ഇതല്ലേ? തൗറാത്ത് കൊണ്ടുവന്നു. അപ്പോൾ തൗറാത്ത് വായിക്കുന്ന ആളിങ്ങനെ വായിച്ച്, തങ്ങൾ വായിക്കാൻ പറഞ്ഞു, വായിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തൗറാത്തിൻ്റെ ഭാഷയിൽ, സുരിയാനി ഭാഷയിൽ അതിങ്ങനെ വായിച്ച് ആ എറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞ നിയമത്തെ ഇപ്പോൾ ഈ വായിക്കുന്ന ആൾ വിരൽ വെച്ചവിടെ പൊത്തിവെച്ചു. അപ്പോൾ മഹാനായ സുഹാബി അബ്ദുല്ലാഹിബ്നു സല്ലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആദ്യം ജൂതപണ്ഡിതനായിരുന്നു. കാന ഹബ്റും മിനൽ അഹ്ബാർ, ഹിജ്റ കഴിഞ്ഞ് വന്ന ഉടനെ ഇസ്ലാം സ്വീകരിച്ച ജൂതനായിരുന്ന പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹിബ്നു സല്ലാം റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബ്നു സലാം രണ്ട് നിലക്ക് അഫ്ഷുസ് സലാം എന്ന് പറഞ്ഞ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി. മഹാനവറുകൾ ജൂതനാണ്, അവർക്ക് തൗറാത്തിന്റെ ഭാഷ അറിയും. മഹാൻ പറഞ്ഞു, നബിയെ, ആ നിയമം ഇയാൾ പൊത്തിവെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, ഇർഫ ഇസ്ബഅക്, വിരലുയർത്ത് എന്ന് പറഞ്ഞു. ഫഇദാ തഹ്തഹാ ആയത്തുർ റജ്ം, എറിഞ്ഞു കൊല്ലണം എന്ന നിയമം ആ വിരലിനടിയിൽ മറച്ചു വെച്ചതിൽ ഉണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹദ് അലൽ മുഹ്സനൈനി അല്ലദീന സനയാ മിൻഹും, ആ നിയമം നടപ്പാക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് നടപ്പാക്കുമ്പോഴും നമ്മുടെ സഹോദര സമുദായമല്ലേ, അവരുടെ ഒരു സിമ്പതി പിടിച്ചു പറ്റാൻ ഒരല്പം ഇളവ് ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ നിയമത്തെ ഒന്ന് മാറ്റിവെക്കാം. തങ്ങൾ ചെയ്തില്ല. എന്തേ? ലഹദ്ദുൻ യുഖാമു അലൽ അർളി ഖൈറുൻ ലി അഹ്ലിഹാ മിൻ അൻ യുംതറു സബ്താ. ലഹദ്ദുൻ യുഖാമു അലൽ അർളി ഖൈറുൻ ലി അഹ്ലിഹാ മിൻ അൻ യുംതറു സബ്താ. അല്ലാഹുവിൻ്റെ ഹദ് നടപ്പാക്കപ്പെടേണ്ടതാണ്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. മുസ്ലിമീങ്ങളോട് എത്രമേൽ കടപ്പെട്ടിരിക്കുന്ന ഒരായത്ത് വേറെയുണ്ടോ? നമ്മുടെ ഏത് വിഷയങ്ങളിലും ഖാലല്ലാഹു വഖാല റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ നിയമം ഇന്നതാണ്, ശരീഅത്തിൻ്റെ നിയമം ഇന്നതാണ് എന്ന് പറയുന്നതോടുകൂടെ നമ്മുടെ എല്ലാ ഈഗോകളും എടുത്തു വെക്കണം. അവിടെ ഈഗോകൾ മാറ്റിവെക്കണം. പിന്നെ ഈഗോ ഭരിക്കാൻ വരരുത്. അവിടെ നമ്മൾ കീഴ്പ്പെടണം. നമ്മൾ ചെയ്യുന്ന പണി അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് വന്നാൽ അവിടെ നിർത്തണം ആ പണി. പിന്നെ എനിക്കിത്ര ഓഡിയൻസ് ഉണ്ടല്ലോ, എനിക്കിത്ര ഫോളോവേഴ്സ് ഉണ്ടല്ലോ, ഞാൻ അവരൊക്കെ ഇപ്പം എന്താ വിചാരിക്കുക? അള്ളാഹിൻ്റെ മുമ്പിൽ ഹിസാബിന് നിൽക്കുമ്പോൾ നീ എന്ത് വിചാരിക്കും? അത് ആലോചിച്ച പോരെ. ഗീബത്തും നമീമത്തും പരദൂഷണവും പരസ്പരം പഴിചാരലും തെറി പറയലും അസഭ്യം പറയലും, അയാൾ തെറ്റ് ചെയ്തു, ഈ മനുഷ്യൻ തെറ്റ് ചെയ്തു, ആ ഫോട്ടോ, ഈ വീഡിയോ, അത് ഇത് എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ, അത് മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ ഇനി കേൾക്കണം. ഒരു കാലഘട്ടം വരും, ഇപ്പോൾ ആരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ, അടുത്തൊരു തലമുറ വരുമ്പോൾ ഒരു പറയും, പടച്ചോനെ, ആ മനുഷ്യന്മാർ ഇവരെക്കാളൊക്കെ എത്ര നല്ല മനുഷ്യന്മാരായിരുന്നു അല്ലേ, എന്നിട്ട് അവരെ നമ്മൾ വെറുതെ വിട്ടില്ലല്ലോ. ഓരോ കാലഘട്ടത്തിൻ്റെയും ചില ദുരന്തം അതാണ്. നമ്മളത് തിരിച്ചറിയുമ്പോഴേക്കും സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ തിരുത്താൻ കഴിയില്ല. ഫലാ വറബ്ബിക്, അല്ലാഹുവേ, പുണ്യനബിയെ, അങ്ങയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. അല്ലാഹു പറയാൻ, ലാ യുഅ്മിനൂൻ, ഈമാൻ പരിപൂർണമാവുകയില്ല. ഹത്താ യുഹക്കിമൂക് ഫീമാ ശജറ ബൈനഹും, മുഅ്മിനീങ്ങൾക്കിടയിലുണ്ടായ വിഷയങ്ങളിൽ നബിയെ അങ്ങയുടെ വിധി എന്താണോ ആ വിധിയെ അംഗീകരിക്കാതിരുന്നാൽ അവരുടെ ഈമാൻ പോലും ശരിയല്ല. ഞാൻ പറയട്ടെ, ഗീബത്ത് പറയാന്ന് പറഞ്ഞത് ഹലാലാണെന്ന് ഏതെങ്കിലും ഒരു മുസ്ലിമിന് വിശ്വാസമുണ്ടോ? ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിൽ ഉള്ള ഒരു കുറ്റം പൊതുജനങ്ങളോടോ ആ മനുഷ്യൻ്റെ പുറത്തുള്ള ആളുകളോടോ പറയലിനല്ലേ ഈ ഗീബത്ത് എന്ന് പറയാ? ഇല്ലാത്തൊരു കുറ്റം ഒരു മനുഷ്യനിൽ ഇല്ല, ആ മനുഷ്യൻ ചെയ്യാത്ത കാര്യമാണ്, അത് പറയുന്നതിന് ബുഹ്താൻ എന്നാണ് വിളിക്കുക. അത് ഗീബത്തിനേക്കാളും ഗുരുതരമായ മറ്റൊരു തെറ്റാണ്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യനിൽ ഉള്ള കുറ്റം പറയലാണ്.
അത് മുഅ്മിനീങ്ങൾ പരസ്പരം പറയരുത്. ഇതല്ലേ അല്ലാഹുവിൻ്റെ നിയമം. അയുഹിബ്ബു ബഅദുകും അൻ യഅകുല ലഹ്മ അഖീ, നിങ്ങളുടെ സഹോദരൻ്റെ മാംസം തിന്നാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഖുർആൻ ചോദിക്കുന്നില്ലേ? ആർക്കെങ്കിലും ഇവിടെ ഏതെങ്കിലും ഏത് പക്ഷക്കാരാവട്ടെ ഏത് വിഭാഗക്കാരാവട്ടെ ഗീബത്ത് പറയൽ ജായിസാണ്, അങ്ങനെ ഒരു പുതിയ ആയത്തിറങ്ങിയത് ആർക്കെങ്കിലും അറിയോ? എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. ആ ഗീബത്ത് പറയൽ പൊതുവേദികളിലോ സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ലൈവിലോ അല്ലാതെ ഡഡിലോ ഇതൊന്നും എവിടെയാണ് ഇത് ഹലാലാക്കിയത്? എവിടെയാണ് ഹലാലാക്കിയത്? ഇല്ലാ മൻ ദുലിം. ഖുർആൻ പറഞ്ഞില്ലേ, ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ ഇല്ലാ മൻ ദുലിം. എന്താണ് ആയത്തിന്റെ അർത്ഥം? നിങ്ങൾക്കൊരു അന്യായം സംഭവിച്ചാൽ ആ അന്യായം ജഡ്ജിയുടെ മുമ്പിൽ ബോധിപ്പിക്കാനല്ലാതെ മോശപ്പെട്ട ഒരു കാര്യം ഒരാളെ പറ്റിയും പറയാൻ പാടില്ല. അങ്ങനെ നിങ്ങൾക്കൊരു അന്യായമുണ്ടായി, ആ അന്യായം നിങ്ങൾ വിളിച്ചു പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. ഇല്ലാ മൻ ദുലിം. ആ ആയത്തിന്റെ തഫ്സീർ എന്താ? നിങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി കോടതിയുടെ മുമ്പിൽ വന്ന് നിങ്ങൾ പറയുന്ന വാക്കൊഴികെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞടക്കാൻ പാടില്ല എന്നാ. ഓ അത് ചെയ്തു, മറ്റോ ഇത് ചെയ്തു, അവിടെ ഇരുന്നു, അവിടെ നോക്കി, ഇവിടെ കണ്ടു, അവിടെ അത് പറഞ്ഞോലോ, ഇത് ചെയ്യാൻ പാടില്ല. അപ്പോ അഹ്ലുസുന്ന വൽ ജമാഅ ഈ ദീനിന്റെ മുഖ്യധാരയാണ്. ഈ മുഖ്യധാരയിൽ നിലകൊള്ളുന്ന ആർക്കെങ്കിലും അവകാശമുണ്ടോ ഗീബത്ത് നമീമത്തൊക്കെ ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ ഹലാലാക്കിക്കണമെന്ന്? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ, അറിയാൻ വേണ്ടി ചോദിക്കുക. ഇത് പാടില്ലെന്ന് പറഞ്ഞാൽ വീണ്ടും പറയാൻ കിട്ടുന്ന ധൈര്യം എവിടുന്നാണ് ഈ ധൈര്യം വരുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിശ്വസിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അയാൾ പറയണം ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് ഞാൻ ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടുണ്ട് എന്ന് പറയുന്നത് വരെ ആ മനുഷ്യൻ മുസ്ലിമല്ലേ? മുസ്ലിമായ വാപ്പാക്കും ഉമ്മാക്കും ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ അയാൾ നിസ്കരിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അയാൾ നിസ്കരിച്ചിട്ടില്ല മരണം വരെ. 90-ാം വയസ്സിൽ മരിച്ച ആളാ, പക്ഷേ അയാളുടെ ഉമ്മി വാപ്പി മുസ്ലിമാ, ജന്മം കൊണ്ട് അയാൾ മുസ്ലിമാൻ. അയാളായിട്ട് ഞാൻ മുസ്ലിമല്ല എന്ന് പറയാത്ത കാലത്തോളം അങ്ങനത്തെ ഒരു മനുഷ്യൻ മരിച്ച മയ്യത്ത് നിസ്കരിക്കുന്ന നിർബന്ധമല്ലേ? ഫർള് കിഫായല്ലേ? എന്താ നമ്മുടെ മസ്അല? ലാ ഇലാഹ ഇല്ലല്ലാഹ് അഹ്ലുൽ ഖിബ്ലക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചേ പറ്റൂ. അയാൾ തെറ്റ് ചെയ്ത മനുഷ്യനായിരിക്കാം, അയാൾ നിസ്കരിച്ചില്ല, അയാളും പടച്ചോനും തമ്മിലുള്ള വിഷയമാണ്, നമുക്ക് നോക്കാൻ പാടില്ല. അയാളെപ്പോലും ഫാസിഖായൊരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ ഫിസ്കിൽ പെട്ടുപോകരുത് എന്ന് പറയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? മനുഷ്യർക്ക് മറ്റാളുകൾക്ക് അറിയിപ്പ് കൊടുക്കാം, ഇയാളൊരു ഫിത്നക്കാരനാണ്, ഇയാളെ കൊണ്ട് നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും എന്ന് തോന്നുകയാണെങ്കിൽ, അത് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, അത് നിങ്ങൾ ഉറപ്പാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, അത് നിങ്ങളും പടച്ചോനും തമ്മിലുള്ള വിഷയമാണ്. അല്ലാതൊരു മനുഷ്യനെ കുറ്റം പറയാൻ പറ്റുമോ? നമുക്കത് പാടില്ല മുഅ്മിനീങ്ങളെ. ഇത് എവിടുന്നാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? അതിൽ മഹാന്മാരായ ഉസ്താദുമാരില്ലേ, മഹാന്മാരായ സയ്യിദന്മാരില്ലേ, തങ്ങന്മാരില്ലേ, അതില് ഉമറാക്കളില്ലേ, അതില് ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചിച്ചീന്തി പച്ചയിൽ എഴുതാൻ കഴിയുന്ന ആ കൈവിരലുകളുടെ ഒരു അഹങ്കാരം എത്രയാണ്! ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂൻ. ഇവർ ഈമാൻ തന്നെ ഇല്ലാത്ത. എന്തുകൊണ്ട്? പുണ്യനിബിതങ്ങൾ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, നിങ്ങൾക്കിടയിലുണ്ടായ വിഷയങ്ങളിൽ ഹബീബിന്റെ നിയമം നിങ്ങൾ നടപ്പാക്കണം. എന്താ ആദ്യത്തെ നിയമം? എന്താ? നിങ്ങൾ ഈ പറച്ചിൽ നിർത്തണം, എഴുത്ത് നിർത്തണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണത് ഭാരമാകുന്നത്? ഇത്തരം ആളുകൾക്ക് സുന്നത്ത് ജമാഅത്ത് ഈമാനുണ്ടോ ആദ്യം, എന്നിട്ട് പറയും സുന്നത്ത് ജമാഅത്ത് ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ. ദീനിന്റെ ബദീഹിയായ ഒരു ഹുക്മ് പോലും ബോധ്യപ്പെടാത്തൊരു മനുഷ്യൻ എന്ത് സുന്നത്ത് ജമാഅത്ത്? لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. ദീനിന്റെ നിയമത്തിന് തലകുനിച്ചു കൊടുക്കണം. അവർക്ക് ഈമാനുള്ളൂ. ഈമാൻ ഉണ്ടായിട്ട് മതി സുന്നത്തെ മാത സിന്ദാബാദ് വിളിക്കല്. ഈമാൻ കിട്ടണമെങ്കിൽ ഹബീബിന്റെ നിയമം അംഗീകരിക്കുക. ഹബീബിന്റെ നിയമത്തിൽ ഏറ്റവും പ്രകടമായ നിയമം, നമ്മൾ ഉള്ളിലേക്കൊന്നും ഇറങ്ങി പുറപ്പെടില്ല. ഗീബത്ത് ഹറാമാണ്. സൂറത്തുൽ ഹുജറാത്ത് ഒന്ന് എടുത്ത് നോക്ക്. യാ അയ്യുഹല്ലദീന ആമനു ലാ യഗ്തബ് ബഅദുകും ബഅദാ. ഇതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ നമ്മളിങ്ങനെ വലിയ ആൾക്കാരായി നടന്നിട്ട് എന്താണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത്? എന്ത് മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്? അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ഈഗോക്ക് ഒന്ന് ഇറക്കി വെച്ചൂടെ? ഒന്ന് താഴെ വെച്ചൂടെ? ഇത് പറഞ്ഞാലും ചീത്തറിയട്ടോ, അത് വേറെ വിഷയം. ഞാൻ അതിനെ കാത്തിരിക്കല്ല. തെറ്റ് ആര് ചെയ്യുന്നുണ്ടോ, അത് ആരാണെങ്കിലും ആരും ആരെയും ചീത്ത പറയരുത്, പാടില്ല. പ്രശ്നങ്ങളുണ്ടോ? നമ്മുടെ ഉലമാവും ഉമറാക്കളും അത് പരിഹരിക്കും. നമ്മളങ്ങനെ ഇറങ്ങിപ്പുറപ്പെട്ട് എഴുതാൻ തുടങ്ങിയാൽ ആർക്കൊക്കെ എന്തൊക്കെ എഴുതാൻ പറ്റും? ഇതൊക്കെ മായ്ച്ചു കളയാൻ പറ്റുമോ? ഇനി ഒരിക്കൽ നിങ്ങൾ ക്ഷമാപണ കുറിപ്പ് എന്നൊരു കുറിപ്പെഴുതിയാൽ ആ മനുഷ്യർ മാപ്പ് തന്നേക്കാം. തന്നു എന്ന് വിചാരിക്കുക, അള്ള പുറത്തു തരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടാവും. അള്ളാഹു ഇത് പുറത്തു തരുമോ? നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഈ ഗീബത്ത് നമീമത്ത് എഴുതി വിടുന്നത്? ഫലാ വറബ്ബിക്
അങ്ങയുടെ റബ്ബിനെ തന്നെയാണ് സത്യം നബിയെ. ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹിൻ്റെ റസൂലെ നിങ്ങളുടെ നിയമം എന്താണോ ആ നിയമം അംഗീകരിക്കാൻ പറ്റാത്തവൻ ഈമാന് പോലുമില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഒരു രാഷ്ട്രീയ ഒരു കാര്യമാണെങ്കിൽ പല ആളുകളും അതിൽ പല ജാതികളും പല മതവിഭാഗങ്ങളും ഉണ്ടാവും. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞു. മുഅ്മിനീങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഞാൻ പറയണത്. നമ്മളത് ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. ഒരു മനുഷ്യൻ ശിർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക, ആ മനുഷ്യന് തൗബ ചെയ്ത് മടങ്ങാൻ അവകാശമല്ലേ? ഇല്ലേ? തൗബ ചെയ്ത് അല്ലാഹു സ്വീകരിക്കൂലേ? ഒരു മനുഷ്യൻ ശിർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക, തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കൂല എന്നറിയാൻ അവകാശമുണ്ടോ? അള്ളാഹു സ്വീകരിക്കൂലേ തൗബ? യതൂബു അലാ മൻ താബ അലൈഹി. ഒരു മനുഷ്യന് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം വരെ ആ മനുഷ്യൻ മോശക്കാരനാണ് എന്ന് ചാപ്പ കുത്താനുള്ള ഈ ധൈര്യം ആർക്ക് എവിടെ നിന്ന് വന്നു? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരാൾക്ക് തെറ്റുപറ്റി കഴിഞ്ഞാൽ പിന്നെ മരണം വരെ ഈ മനുഷ്യനെ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? നമ്മൾ അത്ര മുന്തിയ ആളുകളാണോ? നമ്മളങ്ങനെ മുന്തിയ ആളുകളാണോ ബാക്കിയുള്ള ആളുകളൊക്കെ മോശക്കാരാണെന്ന് പറയാൻ? ഇതൊക്കെ ദീനിൻ്റെ നിയമങ്ങളല്ലേ, ബദീഹിയാത്തുകളല്ലേ ഇതൊക്കെ. നമുക്കത് ചെയ്യാൻ പാടില്ല. അൻത തഹ്കുമു ബൈന ഇബാദിക്. അള്ളാഹുവാണ് സ്വർഗവും നരകവും തീരുമാനിക്കുന്നത്. ആരാണ് രക്ഷപ്പെടുന്നത്, ആരാ പരാജയപ്പെടുന്നത്, ആരാണ് വിജയിക്കുന്നത്, ആരാണ് രക്ഷപ്പെടാത്തത്, ഇത് അള്ളാഹുവിനെ മാത്രമേ അറിയൂ. അള്ളാഹുവിനെ വദിത്തു അൻ അഖ്റുജ മിൻഹാ കഫാഫൻ ലാ ലീ വലാ അലയ്യ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കൊന്നും മുന്തിയ പെരുമയോ ഒരുപാട് സൽപ്പേരോ സ്ഥാനമാനങ്ങളോ ഒന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ ഈ ദുന്യാവെന്ന് മരിച്ചു പോകുമ്പോൾ എനിക്ക് അനുകൂലവും വേണ്ട പ്രതികൂലവും വേണ്ട, ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി. ഇത് പറഞ്ഞുകൊണ്ട് വഫാത്തായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളുകൾ വന്ന് മഹാനവറുകളെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ വാക്കാണ്, നിങ്ങൾ നിർത്തുമോ ഈ പൊക്കിപ്പറയൽ? ഈ ആളെ ഒരുമാതിരി ആകാശത്ത് കയറ്റി വെക്കുന്ന ഈ പരിപാടി നിങ്ങൾ നിർത്തുമോ? വദിത്തു. വയറിങ്ങനെ കീറി ചോര വന്ന് വിളിക്കുമ്പോൾ മഹാൻ പറയാ, ഉമർ അങ്ങനെ ഉമർ സ്വർഗത്തിലാണ്, ഉമർ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്താണ്, ഇപ്പുറത്താണ്, ഇതൊന്നും നിങ്ങൾ എന്നോട് പറയല്ലേ, എനിക്കത് കേൾക്കണ്ട, ഞാനൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി, ഇതാണ് ഉമർ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഖുലഫാഉർ റാഷിദീങ്ങളല്ലേ അതൊക്കെ. ആ ഒരു വിശ്വാസം നമ്മൾ എന്തേ നഷ്ടപ്പെടുത്തിയത്? നമ്മൾ മാത്രം മുന്തിയത്, ബാക്കിയുള്ളവരൊക്കെ മോശക്കാർ. ലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കുമുസ് സലാമ ലസ്ത മുഅ്മിന. നമുക്കത് ചെയ്യാൻ പാടില്ല മുഅ്മിനീങ്ങളെ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ദീനിൽ ഇവിടെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പണ്ഡിതന്മാരോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ പണ്ഡിതരുടെ ഉലമാഇന്റെ തീരുമാനങ്ങൾ, അവർ പഠിപ്പിച്ചു തരുന്ന ഫിഖ്ഹിന്റെ മസ്അലകൾ അല്ലെങ്കിൽ ദീനിൻ്റെ അഹ്കാമുകൾ, അത് അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ പള്ളിയുടെ മെഹ്റാബിൽ നിന്നൊരു ഖതീബ്, നമ്മുടെ ഖാദി അല്ലെങ്കിൽ നമ്മുടെ മുദരിസ് അല്ലെങ്കിൽ മതപണ്ഡിതന്മാർ അവർ നൽകുന്ന നിർദ്ദേശങ്ങളെ അംഗീകരിക്കാൻ പൊതുജനങ്ങൾ ബാധ്യസ്ഥരാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ബാധ്യസ്ഥരാണ്. ഉസ്താദ് ആരാധ പറയാൻ ചോദിക്കാൻ നിങ്ങൾ ആരാണ്? ഒരു പണ്ഡിതനത് പറയുമ്പോൾ അവർ ഇൽമ് വെച്ചുകൊണ്ടല്ലേ സംസാരിക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യാനുള്ള പാണ്ഡിത്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാം തെറ്റാണെങ്കിൽ, എന്നല്ലാതെ ചോദ്യം ചെയ്യുന്നത് അഹങ്കാരമല്ലേ. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി ഹബ്ബത്തു ഖർദലിൻ മിൻ കിബ്രിൻ. അഹങ്കാരത്തിൻ്റെ കടുകുമണി. അഹങ്കാരം എന്ന് പറയുന്നത് ബതറുൽ ഹഖ്, ന്യായം അംഗീകരിക്കാതിരിക്കലാണ്. അഹങ്കാരം എന്ന് പറയുന്നത് സത്യത്തെ ഉൾക്കൊള്ളാതിരിക്കലാണ്. അഹങ്കാരം എന്നതിന് നബി തങ്ങൾ കൊടുത്ത വ്യാഖ്യാനം ന്യായം അംഗീകരിക്കാതിരിക്കുക, സത്യം അംഗീകരിക്കാതിരിക്കുക. വഗമത്തുന്നാസ്, ഇത് ഖൽബിൽ അണുമണി ഉണ്ടെങ്കിൽ അവർക്ക് സ്വർഗം നിഷിദ്ധമാണത്രേ. യാ അല്ലാഹ്, അല്ലാഹുവേ ഞങ്ങളുടെ തെറ്റുകൾ നീ മാപ്പ് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് നൽകണമേ പടച്ചവനെ. അല്ലാഹുവേ നീ റഹ്മത്ത് നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതി നടപ്പാക്കാൻ വന്ന അല്ലാഹുവിൻ്റെ ഹബീബാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതി അതിലെന്താണെന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വന്നവരാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഇസ്ഹാഖ് ഉസ്താദ് അവറുകളുടെ പ്രാർത്ഥന നമ്മുടെ ഈ പരിപാടിയുടെ അവസാനം നടക്കാൻ പോകുന്നുണ്ട്. എൻ്റെ പ്രിയങ്കരായ ഗുരുവര്യരാണ്, നമ്മുടെ ഉസ്താദാണ്. ബഹുമാനപ്പെട്ടവരുടെ ദുആ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ എഴുന്നേൽക്കാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. 2 കുട്ടികളുടെ ചെലവിലേക്ക് 8000 രൂപ ഒരു സഹോദരൻ ഏറ്റെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നീ അത് സ്വീകരിക്കണേ പടച്ചവനെ. ഒരു കുട്ടിയുടെ ചെലവിലേക്ക് ഒരാൾ 4000 രൂപ ഒരു സഹോദരി ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു നീ കബൂൽ ചെയ്യണേ പടച്ചവനെ. അവരുടെ ആ സ്വതക്ക കാരണം അവരുടെ കുടുംബത്തിലും മക്കളിലും അവരുടെ വീട്ടിലും സമ്പത്തിലും നാളെ ഖബറിലും
ഉഖ്റവിയായി ലോകത്തുമൊക്കെ അല്ലാഹു നീ അതിൻ്റെ ബറക്കത്തും അതിൻ്റെ ഫضലും അതിൻ്റെ റഹ്മത്തും നീ നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ സംഭവം പറയാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ പുതിയാപ്പിളയാണ് ഉസ്മാൻ തങ്ങൾ. ഉസ്മാൻ തങ്ങളും അൻസ്വാരികളിൽപ്പെട്ട ഒരാളും തമ്മിൽ ഒരു കുതിരയെ വാങ്ങിയതിൻ്റെ വിഷയത്തിൽ ഒരു തർക്കമുണ്ടായി. ആ കുതിര ഉസ്മാൻ തങ്ങളുടേതാണെന്ന് ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, അൻസാരി പറഞ്ഞു എൻ്റേതാണ്. അങ്ങനെ ഉസ്മാൻ തങ്ങൾ ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ്. അവിടുത്തെ ഖാദിയുടെ മുമ്പിൽ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇരിക്കുകയാണ്. ഇത് വളരെ അത്ഭുതപ്പെടുത്തുന്നൊരു സംഭവമാണ് കേട്ടോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജഡ്ജിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഒരാൾ വാദിയാണ്, ഒരാൾ പ്രതിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രതിയാണ്, അൻസാരി വാദിയാണ്. അങ്ങനെ ജഡ്ജ് പറഞ്ഞു, അൻസാരിയോട് പറഞ്ഞു, നിൻ്റേതാണ് ഈ കുതിരയെങ്കിൽ അതിൻ്റെ തെളിവ് കൊണ്ടുവരണം, ബയ്യനത്ത് കൊണ്ടുവരണം. മുദ്ദഇ ബയ്യനത്ത് കൊണ്ടുവരണം. തെളിവെന്താണ്? കാരണം തെളിവൊന്നുമില്ല, ഇതെൻ്റേതാണ്. അപ്പോൾ മുദ്ദഅ അലൈഹി ആരാണ് അവിടുത്തെ പ്രതി, അവർക്ക് പിന്നെ ചെയ്യാനുള്ളത് സത്യം ചെയ്യലാണ്. അള്ളാഹുവിൻ്റെ മേൽ സത്യം ചെയ്തുകൊണ്ട് പറയണം, ഞാൻ പറയുന്നത് ന്യായമാണ്, അള്ളാഹു സാക്ഷിയാണ്, അള്ളാഹിൻ്റെ നാമം ചെയ്തുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, എൻ്റെ കുതിരയാണിത്. അങ്ങനെ സത്യം ചെയ്ത് പറയണം. അപ്പോൾ ഖാദി പറഞ്ഞു, ഉസ്മാൻ തങ്ങളെ നിങ്ങൾ സത്യം ചെയ്യുമോ? ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, എനിക്കുറപ്പാണ് ഈ കുതിര എൻ്റേതാണ്, ഞാൻ സത്യം ചെയ്യൂല. ഖാദി പറഞ്ഞു, സത്യം ചെയ്താലേ എനിക്ക് വിധി പറയാൻ പറ്റൂ. ഇതിൻ്റേതാന്ന് പറഞ്ഞാൽ അയാൾക്കും പറഞ്ഞൂടെ എൻ്റേതാണ്. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഞാൻ സത്യം. അത് ആ കുതിര ഉസ്മാൻ തങ്ങളുടേതായിരുന്നു. പക്ഷേ അൻസാരി തെറ്റിദ്ധരിച്ചു അദ്ദേഹത്തിൻ്റെതാണ്. ഉസ്മാൻ തങ്ങൾ സത്യം ചെയ്തില്ല. സത്യം ചെയ്യാത്തത് കൊണ്ട് ഖാദി ആ കുതിരയെ അൻസാരിക്ക് അനുകൂലമായി വിധിച്ചു. ഇതിന് ഉസ്മാൻ തങ്ങൾ കൊടുത്തൊരു വ്യാഖ്യാനമുണ്ട്, അതാണ് ഭയങ്കര രസം. ഉസ്മാൻ തങ്ങൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, യാ അമീർ അൽ മുഅ്മിനീൻ, നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ പറഞ്ഞത് ന്യായമാണ്, സത്യമാണ് എന്ന്. എന്നാൽ പിന്നെ വല്ലാഹി എന്ന് പറഞ്ഞ് സത്യം ചെയ്യാൻ എന്ത് പ്രയാസമാണ് നിങ്ങൾക്കുണ്ടായത്? സത്യം ചെയ്ത് പറഞ്ഞുകൂടായിരുന്നോ? നിങ്ങൾക്ക് ഉറപ്പല്ലേ? അമീറുൽ മുഅ്മിനീനാണ്, വിശുദ്ധ ഖുർആന്റെ ഹാഫിളാണ്. ലോകത്തുള്ള എല്ലാ മുസ്ലിമും ഖുർആൻ ഒരു പേജ് ഓതിയാലോ ഖത്തം തീർത്താലോ അല്ലെങ്കിലും ഇന്ന് ഓതുന്ന മുസഹഫുകളിലേക്ക് നമ്മൾ നോക്കുന്നതിൻ്റെ കൂലിയിൽ ഒരംശം വരെ ഉസ്മാൻ തങ്ങളുടെ ഖബറിലേക്ക് പോകുന്നുണ്ട്. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ. അവരല്ലേ ഖുർആൻ ജംഅ ചെയ്യാൻ വേണ്ടി വലിയ ത്യാഗം ചെയ്തത്. ആ കൂലിയൊക്കെ മഹാന് കിട്ടൂലേ? ആ മഹാനവറുകൾ പറഞ്ഞ മറുപടിയുണ്ട്, അലസ്ത തഅലമു അന്നക അലൽ ഹഖ്, നിങ്ങൾ സത്യമാണ് പറയുന്നതെന്നും നിങ്ങളുടെ കൂടെയാണ് ന്യായമെന്നും നിങ്ങൾക്കറിയില്ലേ? വ അന്നൽ ഫറസ ലക് ഫലിമാദാ ലാ തുഖ്സിം, എന്തിനെ അഖ്സംതു ബില്ലാ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സത്യം ചെയ്താൽ പോരെന്നോ? കോടതിയിൽ അത് ചോദിക്കുമ്പോൾ ജഡ്ജ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് സത്യം ചെയ്യാൻ പറ്റിയില്ല? ഉസ്മാൻ തങ്ങൾ കൊടുത്ത മറുപടിയാണ് അത്ഭുതം. ഖശീതു അൻ തുസാദഫ ഖദ്രി മുസീബതൻ കാനത് ഫീ ഖദരില്ലാഹ് ഫയഖൂൽ അന്നാസ് ലിഅന്നഹു അഖ്സമ അലൽ ബാതിൽ ഫയർബിതൂനഹാ ബിഹാ. സുബ്ഹാനല്ലാഹ്. ഉസ്മാൻ തങ്ങൾ പറയണേ, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഇത് എൻ്റേതാണെന്ന് പറയുന്നത് എൻ്റേതാണെന്ന് എനിക്ക് 100-200 തവണ ഉറപ്പാണ്. ഞാനെങ്ങാനും വല്ലാഹി എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്തു പറഞ്ഞ് ആ കുതിരയുടെ കയറും പിടിച്ച് ഞാൻ പുറത്തിറങ്ങി നാട്ടിലൂടെ നടന്നിട്ട് അള്ളാഹുവിൻ്റെ ഒരു ഖലാ പ്രകാരം ഞാനെങ്ങാനും വീണ് തലമുറിയെ എൻ്റെ കാല് പൊട്ട് എൻ്റെ കൈ മുറിയുകയോ ചെയ്താൽ നാട്ടുകാർ പറയും, കണ്ടോ ആ കോടതിയിൽ പച്ച നുണയായിട്ട് സത്യം ചെയ്തത് കൊണ്ടല്ലേ ഈ കയ്യും കാലും മുറിയേണ്ടി വന്നത് എന്ന് ജനങ്ങൾ പറയുമോ എന്ന് ഞാൻ പേടിച്ചു. ജനങ്ങൾ അങ്ങനെയാണല്ലോ, നാട്ടിൽ അങ്ങനെയാണ്. ഏതെങ്കിലും ഉമ്മാക്ക് ക്യാൻസർ വന്നാൽ എപ്പോൾ വരേണ്ടതാ, എന്തായിരുന്നു തൊള്ള? നമ്മൾക്കറിയോ ആ ഉമ്മ വായ കൊണ്ട് ചെയ്ത തെറ്റിന് അള്ളാഹിനോട് തൗബ ചെയ്തിട്ടുണ്ടാവും. വരുന്ന മുസീബത്തും രോഗങ്ങളൊക്കെ അള്ളാഹിൻ്റെ അദാബാ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അയ്യൂബ് അലൈഹിസ്സലാം ശരീരം മുഴുവനും വ്രണമായി വർഷങ്ങളോളം ത്യാഗം ചെയ്ത് സഹിച്ചുപോയ മഹാനാണ്. എന്ത് തെറ്റിനാ അയ്യൂബ് നബിക്ക് അത് കിട്ടിയത്? തെറ്റ് ചെയ്തിട്ടാണോ അള്ളാഹു രോഗം കൊടുക്കുന്നത്? ഒരിക്കലുമല്ല. ചിലർ ബെഡിലായി പോകും, ആക്സിഡൻ്റായി കയ്യും കാലും മുറിഞ്ഞെന്ന് വരും. മനുഷ്യന്മാർ പറയും, ആ കുരുത്തക്കേട് എന്തായിരുന്നു? നമ്മളാണോ അത് പറയേണ്ട ആൾക്കാർ? നമ്മളാണോ അത് പറയേണ്ടത്? ഉസ്മാൻ തങ്ങൾ പറയാൻ, ഞാനെങ്ങാനും അവിടെ സത്യം ചെയ്യുകയും
അള്ളാഹുവിൻ്റെ ഖദർ ഖലായിൽ അള്ളാഹു രേഖപ്പെടുത്തിയ ഒരു മുസീബത്ത് എനിക്ക് അതിനുശേഷം സംഭവിക്കുകയും ചെയ്താൽ ജനങ്ങൾ പറയാനിടയുണ്ട് ആ കോടതിയിൽ നുണ പറഞ്ഞതുകൊണ്ട് കിട്ടിയ അള്ളാഹിൻ്റെ ശിക്ഷയാണ്. അത് പറയാതിരിക്കാനാണ് ഞാൻ സത്യം ചെയ്യാതെ പോയത്. സുബ്ഹാനല്ലാഹ്. ഇവരാണ് ഹബീബിൻ്റെ സ്വഹാബിമാർ. എന്താണ് ആ ബുദ്ധികൂർമ്മത! ഒരു കുതിരങ്ങ് പോയാൽ എന്താ, ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് പറയാൻ അവസരം കൊടുക്കരുത്. മനുഷ്യന്മാരുടെ വായൊന്നും മൂടിക്കെട്ടാൻ പറ്റൂല. മനുഷ്യന്മാർ തോന്നിയത് മുഴുവൻ പറയും. അവർ കേട്ടതും കേൾക്കാത്തതും കേട്ടീമ കുറച്ച് കഥ വെച്ചിട്ടും അല്ലാണ്ട് പച്ച നുണ എവിടെ നിന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം ഉണ്ടാവില്ല. അങ്ങനെ പറയും. കാണുന്നവരെ മുഴുവനും കുറ്റം പറഞ്ഞു നടക്കാൻ ഇതിന് മാത്രം കച്ചകെട്ടിറങ്ങിയ ആളുകൾ മനുഷ്യരിലുണ്ട്. അതൊരു സത്യമാണ്. അത് മുസ്ലിമീങ്ങളായ ആൾക്കാർ നമ്മൾ വിചാരിക്കുന്നതിലും ഉണ്ട്. അങ്ങനെ ഒരു കുഴപ്പമുണ്ടോ എന്ന് മാത്രം നോക്കി നടക്കുകയും അതിന് വല്ല ചാൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ മനുഷ്യനെ കുറ്റപ്പെടുത്തുക ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗമില്ലേ? അവർ മനുഷ്യനൊരു അപകടം വരുമ്പോൾ, ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ അവർ പറയും അത് അവിടെ നുണ പറഞ്ഞിട്ടുണ്ടായതാണ്. അതെ, ആ മരുമോളെങ്ങനെ ഇടങ്ങേറാക്കിയിട്ട് അമ്മായിമാക്കിൻ്റെ കാലെങ്ങനെ മുറിഞ്ഞു പോയത്. പാവം അമ്മായി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ പറയും. അത് പറയാതിരിക്കാനാ ഞാൻ സത്യം ചെയ്യാതിരുന്നത് എന്ന് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, അത്ര പോലും ന്യായവും സത്യവും വിജയിക്കണേ എന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടി ത്യാഗം ചെയ്യുകയും ചെയ്തു ഉസ്മാൻ എന്നവർ റളിയല്ലാഹു അൻഹു. അതിലും വലിയ അത്ഭുതം ഞാൻ അവസാനിപ്പിക്കട്ടെ. അലിയാർ തങ്ങളും ഒരു ജൂതനും തമ്മിൽ ഒരു പടയങ്കിയുടെ വിഷയം ഉണ്ടായിരുന്നു. ഒരു യുദ്ധത്തിനണിയുന്ന ഇരുമ്പിൻ്റെ കുപ്പായം, ദിർഅ് അല്ലെങ്കിൽ ആർമർ എന്ന് പറയും. ആ ആർമർ ജൂതന്റെ കയ്യിൽ പെട്ടു. മൂപ്പർക്കത് കിട്ടിയതാണ്. അതാരുടേതാ? അലിയാർ തങ്ങളുടേതാണ്. അലിയാർ തങ്ങൾ പറഞ്ഞു എൻ്റെ പടയങ്കിയാണിത്, എൻ്റേതാണ്. ആള് പറഞ്ഞത് എൻ്റേതാണ്. സുബ്ഹാനല്ലാഹ്. കോടതിയുടെ മുമ്പിലെത്തി മഹാനായ ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു, സ്വഹാബിയാണ്, ഖാദിയായിരുന്നു, മദീനയിലെ ഖാദിയാണ്. മഹാനായ ശുറൈഹ് തങ്ങളുടെ മുമ്പിൽ വിഷയമെത്തി. ജൂതനോട് ചോദിച്ചു, ജൂത, നിങ്ങളുടേതാണ് ഇതെന്നതിന് ബയ്യിനത്ത്, തെളിവെന്താണ്? അല്ല പറഞ്ഞു, ഇതിൻ്റെ കയ്യിലാണ്. ഫിയദി, അത് തെളിവാണ്, ആടെ കയ്യിലാണ് അതുള്ളത്. അപ്പം അലിയാർ തങ്ങളോട് പറഞ്ഞപ്പോൾ ശുറൈഹ് തങ്ങൾ, മാ ഹുജ്ജതുക യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ നിങ്ങളുടെ തെളിവെന്താണ്? ഇതങ്ങട്ട് ചോദിച്ചപ്പോൾ അലിയാർ തങ്ങൾ പറഞ്ഞു, മാസിൽ തജാഇറൻ മുൻദുൽ യൗം, ഇന്നത്തെ ഈ നിമിഷം മുതൽ ജഡ്ജായ ശുറൈഹ്, നിങ്ങൾ അനീതി മാത്രം ചെയ്യുന്ന മനുഷ്യനായി മാറുകയാണോ? എന്താ പറയണത്? നിങ്ങളുടെ തെളിവെന്താണ് എന്ന് ചോദിച്ചപ്പോഴേക്കും വിധി പറയാൻ നിൽക്കുന്ന ഭരണാധികാരി ശുറൈഹ് എന്നവരോട് അലിയാർ നിങ്ങൾ പറയാ, ഇന്നു മുതൽ നീതിയൊക്കെ നിർത്തിവെക്കാൻ തീരുമാനിച്ചല്ലേ? ഇതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. ഇനി മുതൽ നീതിയൊന്നും ചെയ്യണ്ടാന്ന് തീരുമാനിച്ചോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് തെളിവുണ്ടോ എന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. അതെ, നിങ്ങൾ എന്താ എന്നെ വിളിച്ചത്? അമീറുൽ മുഅ്മിനീന്നോ? മുഅ്മിനീങ്ങളുടെ അമീർ. എൻ്റെ പേര് അലി എന്നല്ലേ? യാ അലി ഇബ്നു അബീ ത്വാലിബ് എന്നല്ലേ വിളിക്കേണ്ടത്? നിങ്ങൾ എന്നെങ്ങനെ ഇവിടെ ബഹുമാനിക്കാൻ നിന്നാൽ എൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ജൂതൻ വിചാരിക്കൂലേ ഞാൻ ഭരണാധികാരിയാണ്, അതുകൊണ്ട് എനിക്ക് അനുകൂലമായിട്ട് ഇവിടെ വിധി വരും എന്ന് അയാളെങ്കിലും വിചാരിക്കൂലേ? എൻ്റെ പേരല്ലേ വിളിക്കേണ്ടത്? ഞാനിവിടെ ഭരണാധികാരിയായിട്ടാണോ വന്നത്? ഞാനൊരു പ്രതിയായിട്ടല്ലേ വന്നത്, വാദിയായിട്ടല്ലേ വന്നത്? അങ്ങനത്തെ എന്നെ നിങ്ങൾ അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേര് വിളിച്ചത് മോശമായി പോയി. നിങ്ങൾ നീതി ചെയ്യില്ല എന്ന് ഈ ജൂതന്റെ മനസ്സിലെങ്കിലും തോന്നാൻ, നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ട ആളാണെന്ന് വരുത്തി തീർക്കുന്ന വിധം എന്നെ നിങ്ങൾ ബഹുമാനിച്ചത് ശരിയായില്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇവരാണ് ഇസ്ലാമിൻ്റെ ഭരണാധികാരികൾ, ഇവരാണ് ഇസ്ലാമിൻ്റെ ഖലീഫമാർ. ഈ ഖലീഫമാരുടെ ഈ നീതിബോധം എവിടെ നിന്ന് കിട്ടി? മഹാനായ അബുൽ ഖാസിം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ തങ്ങൾ നടപ്പാക്കിയ ഒരു സംസ്കാരത്തിൻ്റെ മൂല്യബോധത്തിൻ്റെ പ്രതികരണമാണ്, അതിൻ്റെ പ്രതിച്ഛായയാണ്, അതിൻ്റെ വെളിച്ചമാണ് ഈ മഹത്തുക്കളുടെ വാക്കിലൂടെ നമ്മൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അത്ര പോലും ഒരു കോടതിയിൽ തനിക്ക് ബഹുമാനം പോലും കിട്ടരുത്. ആ വാക്കട് പറഞ്ഞപ്പോൾ